വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന 3 പേര് ഒറ്റക്കൊന്നാണ്. സമീപത്തെ നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വധശ്രമ കേസിൽ BJP കൗൺസിലറെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോഴുള്ള നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇന്നലെ രാത്രി വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കവേ സ്ഥലത്ത് BJP പ്രവർത്തകർ വളഞ്ഞതോടെ CI ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ് പ്രതി സുഗതനെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തു. സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ മർദ്ദനമേറ്റ വട്ടിയൂർക്കാവ് CI വിപിൻ, SI അഭിജിത്ത് എന്നിവർക്ക് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ നൽകും. സുഗതനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാപ്പ ചുമത്ത് ജില്ലാ കളക്ടർ കരുതൽ തടങ്കലിലാക്കാൻ നിർദ്ദേശിച്ച ആളാണ് സുഗതൻ. പോലീസ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയെന്നും പ്രായപൂർത്തിയാകാത്ത മകനെ അടക്കം മർദ്ദിച്ചെന്നും സുഗതൻ ആരോപിക്കുന്നു. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, എന്തായാലും ഇന്നലെ വളരെ നാടകീയമായ സംഭവവികാസങ്ങളാണ് രാത്രിയിൽ കണ്ടത്. സംഘർഷാവസ്ഥ, അതിനുശേഷം അതിനിടെയാണ് പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുന്ന സാഹചര്യം. പിന്നീട് സുഗതനെ കസ്റ്റഡിയിലെടുക്കുന്നു. അതായത് ഈ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നുവെന്നും അത് മറികടക്കാനാണ് ആകാശത്തേക്ക് വെടിവെച്ചതെന്നുമാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും BJPയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമുണ്ടോ? പ്രത്യേകിച്ചും ഇന്നലെ സുഗതൻ തന്നെ പറഞ്ഞിരുന്നു, മകനെ മർദ്ദിച്ചു, മാത്രമല്ല താൻ രോഗാവസ്ഥയിലാണ്, അതുപോലും വകവെച്ചുകൊണ്ടാണ് പോലീസ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നതെന്ന്. അങ്ങനെ ആകാശത്തേക്ക് വെടിവെക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ? ടോമ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു കേസ് എന്ന് പറയുന്നത് 1 മാസം മുൻപേ വട്ടിയൂർക്കാവ് പരിസരത്തെ ഒരു ക്ഷേത്രോത്സവവുമായി നടന്ന ഒരു സംഘർഷവും അതോട് ചേർന്ന് നടന്ന ഒരു വധശ്രമവുമായി ബന്ധപ്പെട്ടാണ് ഈ കൗൺസിലർക്ക് നേരെ കേസും ഒപ്പം തന്നെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ കടന്നത്. അതിനുവേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ഈ സുഗതൻ ഹൈക്കോടതിയെ വരെ സമീപിച്ചിരുന്നു. പക്ഷേ അത് തള്ളുകയായിരുന്നു. പിന്നീടാണ് പോലീസ് ഹാജരാക്കാൻ വേണ്ടി നോട്ടീസ് നൽകുകയും പക്ഷേ അത് മറികടന്നുകൊണ്ട് ഒളിവിലാവുകയായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ഈ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് രാത്രി പോലീസ് എത്തുകയായിരുന്നു. തുടർന്നാണ് ഈ ഒരു അറസ്റ്റ് തടയാൻ വേണ്ടി കുടുംബവും ഒപ്പം സുഗതനും കായികമായി പോലീസിനെ നേരിട്ടു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടി പോലീസിനെ അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് BJP പ്രവർത്തകരും വീടിന് ചുറ്റും വളയുകയും തുടർന്ന് പോലീസിനെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം വന്നു. പിന്നീട് സുഗതൻ തന്നെ പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. ആ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നിരുന്നു. എന്തിനായാലും ഈ ഒരു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് പോലീസ് SHO ആയിട്ടുള്ള വിപിൻ ആകാശത്തേക്ക് വെടിവെക്കുന്നത്. തുടർന്നാണ് ഈ സംഘർഷാവസ്ഥയെ അയവുകയും പ്രവർത്തകരടക്കം ഇവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തത്. അതിനുശേഷം മാത്രമാണ് സുഗതനെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും തുടർന്ന് അവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കമ്മീഷണർ അടക്കം പ്രതികരണം നടന്നിരുന്നു. നമ്മൾ നേരത്തെ കേട്ടതാണ്. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അടക്കം പറഞ്ഞത് ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് കൃത്യമായി കൃത്യനിർവഹണം നടത്തുകയായിരുന്നു. മാത്രമല്ല ഈ ഒരു ആത്മവീര്യം ചോരുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ മാറ്റി നിർത്തണമെന്നടക്കം പറയുന്നു. കാരണം കുട്ടിക്ക് നേരെ തോക്ക് ചൂണ്ടി ഒപ്പം ഭാര്യയെ ഉപദ്രവിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ കുടുംബവും സുഗതനും തുടക്കം തന്നെ ഉയർത്തിയിരുന്നു. പക്ഷേ അതെല്ലാം പോലീസ് തള്ളുകയായിരുന്നു. കാരണം പോലീസിന് നേരെ വലിയ രീതിയിൽ മർദ്ദനം അല്ലെങ്കിൽ പോലീസിനെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക്
കാര്യങ്ങൾ എത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പോലീസിന് നേരെ കായികമായി സുഗതൻ ഉപദ്രവിക്കുകയും ഒപ്പം പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ മറ്റൊരു കേസ് കൂടി ഇയാൾക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയാളൊരു കാപ്പ കേസ് പ്രതിയാണ്. ഒപ്പം തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയുമാണ്. അതുകൊണ്ട് തന്നെ പോലീസുമായി നിരന്തരമായി മുൻപും സംഘർഷം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ്. ആ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് പോലീസിന് നേരെ സുഗതൻ ഇത്തരത്തിലൊരു കായികമായി പോലീസിനെ നേരിടാനുള്ളൊരു ശ്രമം നടത്തിയത്. എന്തിനായാലും ഇയാളെ ബലമായി തന്നെയാണ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നമുക്കറിയാം, ഈ ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ട് ഒരു സംഘർഷാവസ്ഥ പരിഹരിക്കുക അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പോലീസ് അങ്ങനെ മുതിരാറില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ പോലത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ കഴിഞ്ഞ ദിവസം SHO അടക്കം ഈ ഒരു ശാരീരികമായി ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇങ്ങനെ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, എന്തായാലും സാരംഗിലേക്ക് വരാം. കാരണം പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നുവെന്നും അത് മറികടക്കാനാണ് ആകാശത്തേക്ക് വെടിവെച്ചതെന്നുമാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. പോലീസുകാർ ആക്രമിച്ചെന്ന പ്രതിയുടെ ഭാര്യയുടെ പരാതിയടക്കം പരിശോധിക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിയെ പിടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് എയറിൽ ഒരു റൗണ്ട് ഫയർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ACP അടുത്തുനിന്ന്. അപ്പോൾ പിന്നെ പ്രതിയെ പിടിക്കുകയും മെഡിക്കൽ നടത്തി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ അറ്റ് പ്രസന്റ് മനസ്സിലാക്കുന്നത്. പോലീസുകാർക്ക് പരിക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരും ചികിത്സ തേടിയിട്ടുണ്ട്. ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് വരുമ്പോൾ അതെല്ലാം പരിശോധിക്കാം. ഓക്കെ സർ, ഇവരുടെ ഇഞ്ചുറി എങ്ങനെയുണ്ട്? സിയുടെയും SIയുടെയും ഇഞ്ചുറി എങ്ങനെയുണ്ട്? ആ കാര്യം ഞാൻ അതൊന്ന് വിലയിരുത്തണം. ഓക്കെ, അദ്ദേഹം ചികിത്സ നേടിയിട്ടുണ്ട്. അതിന്റെ പരുക്കേണ്ട ഗുരുതരാവസ്ഥയാണ്. അല്ല എന്താണെന്ന് റിപ്പോർട്ട് വരണ മുറിക്ക് പറയാം. സാരംഗിലേക്ക് വീണ്ടും സാരംഗ്, എന്തായാലും ഇത് BJP ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ടോ? അങ്ങനെ വീട്ടിൽ കയറി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഈ കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്തതെന്നാണ് BJP ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. മാത്രമല്ല, ആകാശത്തേക്ക് വെടിവെച്ചത് അത് ന്യായമായ ഒരു കാര്യമായിരുന്നു. കാരണം അത്രയധികം ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിന്നിരുന്നു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. വധശ്രമ കേസിലാണ് നിലവിൽ സുഗതനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ കാപ്പ ചുമത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച വ്യക്തി കൂടിയാണ് ഇയാൾ. അതായത് ഈ വധശ്രമ കേസിനപ്പുറം കൂടുതൽ ക്രിമിനൽ കേസുകൾ പ്രതിയാണോ? ഇനി എന്തായിരിക്കും പോലീസിൻ്റെ അടുത്ത നീക്കം? ഈ കാപ്പ ചുമത്താനുള്ള നിർദ്ദേശം കളക്ടറുടെ ഭാഗത്തുണ്ടായിരുന്നു. അത്തരമൊരു കടുത്ത നടപടി ഉണ്ടാകുമോ? ടോം, തീർച്ചയായും. കാരണം പോലീസുമായി നിരന്തരം ഇയാൾ ഏറ്റുമുട്ടലിൽ എത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. അതിനുശേഷമാണ് BJP ഇതിൽ മത്സരിക്കുകയും തുടർന്ന് കൗൺസിലർ ആവുകയും ചെയ്തത്. പക്ഷേ അതിന് മുൻപും ശേഷവും പോലീസുമായി പല കേസുകളിലും ഇയാൾ പോലീസുമായി നേരിട്ട് വാക്കുതർക്കത്തിലേക്ക് അടക്കം എത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ ബിപിൻ എന്ന് പറയുന്ന SHOവുമായി നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇദ്ദേഹം അവധിയിൽ പ്രവേശിച്ചിരുന്നു. ആ അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്താണ് ഈ ഒരു കേസ്, അതായത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ഇയാൾ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം വരികയും കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തത്. അങ്ങനെയാണ് ഈ കേസിലേക്ക് ഈ SHO വീണ്ടും എത്തുകയും തുടർന്ന് രാത്രി ഇയാൾ വീട്ടിൽ തന്നെ ഉണ്ട് എന്നൊരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് എത്തുകയും പക്ഷേ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു കുടുംബത്തിന് നീക്കം പിന്നീട് ആ ബഹളം കേട്ട് നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ ഇതിൽ വ്യക്തമായി പറയേണ്ടത് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ആവർത്തിച്ച് പറയുന്നത്. ഇതിന് മുൻപും ഇത്തരത്തിലുള്ള കേസുകൾ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വധശ്രമ കേസാണ് മുൻപ്, അതായത് ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷവും അതുമായി ബന്ധപ്പെട്ട ഒരു വധശ്രമവുമായി ബന്ധപ്പെട്ട കേസാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ജാമ്യാപേക്ഷ തള്ളുമ്പോൾ അത് അറസ്റ്റിലേക്കും പിന്നീട് SHOയുടെ മുൻപാകെ അടക്കം ഹാജരാക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് എത്തുകയും ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് പോലീസ് ആവശ്യമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു കടുത്ത കാര്യങ്ങളിലേക്ക് കടന്നത്. കാരണം SHOയെ കഴുത്തിന് പിടിച്ച് തള്ളി, മാത്രമല്ല മറ്റ് പോലീസുകാരെയും ഉപദ്രവിച്ചു,
അറസ്റ്റ് യാതൊരു വിധത്തിൽ നടത്താൻ വേണ്ടി പോലീസിനുമായി യാതൊരുവിധ സഹകരണത്തിലേക്ക് കുടുംബവും ഈ സുഗതനും എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നതിൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹം വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം അടക്കം നടത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അവിടെ പോലീസുമായി വലിയ രീതിയിലുള്ള ഒരു കായികമായിട്ടുള്ള ഒരു സംഘടന ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതിനുശേഷമാണ് പോലീസ് ഈ കൂടി നിൽക്കുന്ന പ്രവർത്തകരെയും നാട്ടുകാരെയും ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ആ ഒരു സാഹചര്യം സമവായത്തിലേക്ക് എത്താൻ വേണ്ടി ആകാശത്തേക്ക് വെടിവെച്ചത്. അതിനെ ആഭ്യന്തരമന്ത്രി അടക്കം ഒട്ടും തെറ്റായൊരു നടപടി എന്നല്ല ഇന്ന് പ്രതികരണം ഉണ്ടായത്. മാത്രമല്ല കൃത്യമായി, അതായത് പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന രീതിയിലേക്ക് എന്ത് നടപടി ഉണ്ടായാലും അതിൽ കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു കൗൺസിലർ എന്നൊരു ഇളവ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം വധശ്രമ കേസാണ്, ഹൈക്കോടതി ജാമ്യാപേക്ഷ അടക്കം തള്ളിയതാണ്. അതുകൊണ്ട് നിയമത്തിന്റെ യാതൊരുവിധ ആനുകൂല്യം ലഭിക്കാത്ത സ്ഥിതിക്ക് അറസ്റ്റിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് പോലീസിന് മുൻപിൽ ഏക ഉപാധി അല്ലെങ്കിൽ ഏക വഴി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിനൊപ്പം തന്നെ ഇപ്പോൾ പോലീസിനെ ആക്രമിച്ച കേസ് കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാം പ്രതിയാണ്. മാത്രമല്ല അനുജനെയും രണ്ടാം പ്രതിയായി ചേർത്തുകൊണ്ടാണ് ഈ കേസിൽ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇയാളെ പ്രതി ചേർത്തിട്ടുള്ളത്. ആ കേസ് കൂടി ഇപ്പോൾ സുഗതന്റെ മുകളിൽ ചുമത്തിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ കക്ഷികളും ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഒരു കൗൺസിലറെ, ഒരു സുപ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ക്രിമിനൽ പ്രവർത്തികളിലും ഇടപെടുമ്പോൾ അത് ആ വാർഡിലെയും മറ്റ് പ്രവർത്തനങ്ങളെ, അതായത് ജനാധിപത്യ പ്രക്രിയയെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ അല്ലെങ്കിൽ അത് ന്യായീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇതിനു മുൻപ് മലമുകളിൽ ഒരു സംഘർഷം ഉണ്ടായ സമയത്തടക്കം BJP പ്രവർത്തകനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വവും ഒപ്പം ജില്ലാ നേതൃത്വവും മുന്നോട്ട് വന്നിരുന്നത്. അതിലെ പോലീസിന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ നാട്ടുകാരടക്കം ഇതിനെതിരെ BJP നേതൃത്വത്തിനെതിരെ ഒരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സമയത്ത്, അതായത് പോലീസ് നടപടിയെ എങ്ങനെ ന്യായീകരിക്കും അല്ലെങ്കിൽ പോലീസ് നടപടി ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം അടക്കം എത്തിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പ്രതികരണം ലഭ്യമായിട്ടില്ല. എന്തിനായാലും ഈ ഒരു രണ്ട് കേസുമായി മുന്നോട്ട് തന്നെ പോകും. തീർച്ചയായും ഒരു ജനപ്രതിനിധിയാണ് പിടികൂടിയിരിക്കുന്നത്. പക്ഷേ ആഭ്യന്തരമന്ത്രി ഈ സുഗതനെ വിശേഷിപ്പിച്ചത് ഗുണ്ട എന്നാണ്. ഇതുപോലെ ഗുണ്ടായിസം കാണിക്കുന്നവർ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാൻ എന്ന രീതിയിലുള്ള ഒരു പരാമർശമായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. മാത്രമല്ല ഒരു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പോലീസിന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, അവർ നിയമം നടപ്പാക്കാൻ വേണ്ടി പോയതാണ്. കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അത്തരമൊരു ആക്ഷനിലേക്ക് പോലീസ് കടന്നത് പോലും. പക്ഷേ പോലീസിനെ ആക്രമിക്കുന്നു. അത് സുഗതം മാത്രമല്ല, 4 പേർ ചേർന്നാണ്. സാരമായ പരിക്കേറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്ക്. സ്വാഭാവികമായും അത്തരം നടപടി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ പോലീസിനെ ആക്രമിച്ച കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുമോ? തീർച്ചയായും. കാരണം ടോം, ഈ ഒരു വിഷയത്തിൽ നാട്ടുകാരും ഒപ്പം BJP പ്രവർത്തകരടക്കം അവിടെ എത്തിച്ചേർന്നിരുന്നു. മാത്രമല്ല പോലീസിന്റെ കയ്യിൽ കൃത്യമായ ദൃശ്യങ്ങളുണ്ട്. കാരണം ഈ പിടികൂടാൻ അല്ലെങ്കിൽ പോലീസിനെ തടയാനെത്തിയവർ തന്നെ പകർത്തിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം നമുക്കും ലഭിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ വഴിയും ഇത് പ്രചരിച്ച സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അനുജനിലും ഇയാളിലേക്ക് സുഗതനിലും മാത്രമായി കേസ് ഒതുങ്ങാൻ സാധ്യതയില്ല. മാത്രമല്ല ഈ പോലീസിനെ ഇവിടെ നിന്നും പോകാൻ അനുവദിക്കാത്തതും ഒപ്പം പോലീസിനെ തടഞ്ഞു വെച്ചതായിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കണ്ടാലറിയാവുന്ന അവിടെ കൂടി നിന്ന ആൾക്കാരിലേക്ക് കേസ് എത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, ഒപ്പം തന്നെ പോലീസിനെ അപായപ്പെടുത്താനുള്ള ശ്രമം, ഒപ്പമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കൂടുതൽ കർശനമായ നടപടികളിലേക്ക് പോലീസ് പോകാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. കാരണം പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഒപ്പം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും പോലീസ് നടപടിയെ തീർത്തും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് അവരുടെ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല പോലീസിന് പരിക്ക് പറ്റിയെന്ന് അടക്കം പറയുമ്പോൾ അതിൽ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൽ പോലീസിന് യാതൊരുവിധ ഉദാസീനതയും ഉണ്ടാകാൻ സാധ്യതയില്ല. കൂടുതൽ പേരിലേക്ക് തന്നെ കേസെത്തും. അത് ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിലേക്ക് കടക്കുക. കാരണം അവിടെ എത്തിച്ചേർന്നവർ, ആ രാത്രി അവിടേക്ക് എത്തിച്ചേർന്നവർ, പോലീസിനെ ഉപദ്രവിച്ചവർ അല്ലെങ്കിൽ പോലീസിനെ തടഞ്ഞു വെച്ചവർ അടക്കമുള്ള കൂടുതൽ പേരിലേക്ക് കേസെത്താൻ സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് കുടുംബത്തിന് ഉപദ്രവിച്ചു എന്നൊരു ഭാഗം കൂടി, അതായത് ഭാര്യയെയും കുട്ടിയെയും വീട്ടിനകത്ത് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഉപദ്രവിച്ചു എന്നൊരു ഭാഗം കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട്. അർദ്ധരാത്രി കയറി വന്ന് കൃത്യമായ നിയമ നടപടികൾ പാലിക്കാതെയാണ് പോലീസ് അതിക്രമം കാണിച്ചത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രവർത്തകരും ഒപ്പം നാട്ടുകാരും ഇവിടേക്ക് എത്തിക്കൊണ്ട് പോലീസിന്റെ ഈ ഒരു നടപടിയെ ചോദ്യം ചെയ്ത് എന്നാണ് കുടുംബം പറയുന്നത്. ഇപ്പോൾ ഭാര്യ ആറ്റുകാൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വെർഷൻ, അതായത് കുടുംബത്തിന്റെ ഒരു ആരോപണം കൂടി നിലനിൽക്കുന്ന സ്ഥിതിക്ക് പോലീസ് കൃത്യമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. കേട്ടോ, യെസ്, വ്യക്തമാണ്. എന്തായാലും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്നലെ ഈ കൗൺസിലർ, BJP കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. വീട്ടുകാരുടെ നേതൃത്വത്തിൽ
ആദ്യം പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പിന്നീട് BJP പ്രവർത്തകർ വരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ പോലും BJP പ്രവർത്തകർ ഈ കൗൺസിലർ സുഗതനും ചേർന്ന് ആക്രമിക്കുന്നു. ബലപ്രയോഗത്തോടു കൂടിയാണ് സുഗതനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനിടെ പോലീസുകാരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യം പിന്നീട് പാർട്ടി പ്രവർത്തകർ സംഘടിച്ചപ്പോൾ പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. കാരണം അത്രയധികം ഒരു ഭീകരാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു, ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ വേണ്ടിയാണ് ആകാശത്തേക്ക് വെടിവെച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും. എന്തായാലും കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ്. കാപ്പ ചുമത്താൻ ഇയാൾക്കെതിരെ, ഈ സുഗതനെതിരെ കാപ്പ ചുമത്താൻ നേരത്തെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരം നടപടികൾ ഉണ്ടായേക്കും. അങ്ങനെയെങ്കിലും ഈ കൗൺസിലർ പദവി, കാരണം ഇനി ദീർഘകാലം മാസങ്ങളോളം സുഗതൻ ഒരു പക്ഷേ ജയിലിൽ കിടക്കേണ്ടി വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, കാപ്പ ചുമത്തുന്ന നടപടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കൗൺസിലിൽ പങ്കെടുക്കുന്ന കാര്യത്തെയടക്കം ബാധിക്കാം. സ്വാഭാവികമായും മറ്റ് നടപടികൾ, BJP ഭരിക്കുന്ന കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ആ രീതിയിലുള്ളൊരു നടപടി ഉണ്ടാകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിനി പോകുന്നത്. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ പാലക്കാട് കൗൺസിലർ പ്രശോഭിനെ കൗൺസിലർ പദവിയിൽ നിന്നും അയോഗ്യനാക്കും. തുടർച്ചയായി 90 ദിവസം കൗൺസിലിൽ പങ്കെടുക്കാത്തതിനാലാണ് നടപടി. പ്രശോഭിന്റെ അവധി അപേക്ഷ കൗൺസിൽ തള്ളി. പ്രശോഭിന്റെ രാജി ആവശ്യപ്പെട്ട് BJP LDF അംഗങ്ങൾ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. ഇതില് ഒരു കൗൺസിലർ കുറ്റം ചെയ്തിട്ടുണ്ടോ, കുറ്റം ചെയ്തിട്ടില്ലേ, അതല്ല വിഷയം. അത് കോടതി തീരുമാനിക്കും. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ജയിലിലാണ്. ഇന്ന് അദ്ദേഹം നമ്മുടെ കൗൺസിലറായിട്ടുള്ള വ്യക്തി ഇന്ന് കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ കൗൺസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വൈകി വരുന്ന ആളുകൾക്ക് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ അനുവാദം കൊടുക്കരുതെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കേണ്ട കാരണം. പക്ഷേ കോടതി ആ അപേക്ഷ തള്ളിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചെയർമാൻ, വിഷയം അദ്ദേഹത്തിന്റെ ലീവ് ലെറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 മാസം തുടർച്ചയായിട്ട് ഒരു കൗൺസിൽ ഹാജരാവുന്നില്ലെങ്കിൽ, തുടർച്ചയായ 3 കൗൺസിലിൽ അദ്ദേഹം ഹാജരാവുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാവും. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ ലൈംഗിക പീഡന കേസിൽ കഴിഞ്ഞ 3 മാസത്തോളമായി പ്രശോഭ് ഒളിവിലാണ്. കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കൗൺസിലിന് അധികാരമുണ്ട്. പക്ഷേ അതിനിടെ ഈ പ്രശോഭ് അവധി അപേക്ഷ നൽകിയിരുന്നല്ലോ, അത് എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്? മാത്രമല്ല, പ്രശോഭിൻ്റെ രാജി ആവശ്യപ്പെട്ട് BJP LDF അംഗങ്ങൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ഒരു പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം മാത്രമല്ല, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ അടക്കം നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? ടോമെ, ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പ്രശോഭിനാണ് പാലക്കാട് നഗരസഭാ കൗൺസിലർ സ്ഥാനം നഷ്ടമാവുക. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അവധി നൽകണമെന്ന് പ്രശോഭ് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 മാസത്തോളമായി കൗൺസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് 4ാമത്തെ കൗൺസിൽ യോഗമാണ് നടന്നത്. അതുകൊണ്ടാണ് ഈ കൗൺസിൽ യോഗത്തിൽ നിന്ന് കൗൺസിലറിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന് BJPയും CPMും നഗരസഭാ സെക്രട്ടറിയോട് പറയുന്നത്. അതുമാത്രമല്ല, പാലക്കാട് നഗരസഭാ സെക്രട്ടറി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരം അറിയിക്കുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിക്കും അയോഗ്യനാക്കേണ്ടത്. പ്രശോഭ അയോഗ്യനായാൽ UDFന് 17 കൗൺസിലർമാരായി കുറയും. അത് 1 കൗൺസിലർ കുറയും. മാർച്ച് 10-നാണ് പ്രശോഭ് അവസാനമായി കൗൺസിലിൽ പങ്കെടുത്തത്. പ്രശോഭിന്റെ അവധി അപേക്ഷയെ ചൊല്ലി പാലക്കാട് നഗരസഭയിൽ കൗൺസിലറിൽ ഇന്ന് തർക്കമുണ്ടായി. കോൺഗ്രസ് UDF കൗൺസിലർമാർ പ്രശോഭിന് വേണ്ടി വാദിക്കുകയും എന്നാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഈ പീഡന വീരനെ എന്തിനാണ് കൗൺസിലിൽ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് BJP കൗൺസിലറും അതുമാതിരി LDFന്റെ കൗൺസിലർമാരും കൗൺസിലിൽ ബഹളമുണ്ടാക്കി. അതുമാത്രവുമല്ല, പ്രശോഭിന് അവധി നൽകണമെന്ന്
പ്രക്ഷോഭിനെ അവർ നൽകരുതെന്ന് LDF-ഉം BJP പ്രവർത്തകരും പ്രശ്നം നഗരസഭയിൽ ഉണ്ടാക്കി. 3 മാസത്തോളമായി പ്രക്ഷോഭ് 2 മാസത്തോളം ഒളിവിലും ഇപ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തോളമായി പ്രക്ഷോഭ് ജയിലിലുമാണ്. പ്രക്ഷോഭിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇന്ന് കൗൺസിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അതും കോടതി തള്ളുകയായിരുന്നു. അതുമൂലമാണ് ഇന്നും വരാതായത്. ഇപ്പൊ ഇത് ഈ നഗരസഭാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു കഴിഞ്ഞാൽ പ്രക്ഷോഭിന്റെ നഗരസഭാ കൗൺസിൽ യോഗം നഷ്ടമാകും. ടോം, യെസ്, അതാണ് എന്തായാലും അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുകയാണ്. അവധി അപേക്ഷ, പ്രക്ഷോഭിൻ്റെ അവധി അപേക്ഷ കൗൺസിൽ യോഗം തള്ളിയിരിക്കുന്നു. BJP-യും CPM-ഉം ഇയാളുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ, ഈ ലൈംഗികാരോപണ കേസിന് പിന്നാലെ പ്രക്ഷോഭ് മാസങ്ങളായി ഒളിവിലാണ്. ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിയിട്ടും നിയമത്തിന് മുന്നിൽ ഇയാൾ പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്നു. കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യം. പ്രക്ഷോഭിൻ്റെ ഈ കൗൺസിലർ സ്ഥാനത്തുനിന്നും അയോഗ്യനാക്കിയാൽ കോൺഗ്രസിൻ്റെ ഒരു അംഗം നഷ്ടപ്പെടും. സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. അത് വലിയ തിരിച്ചടി ഉണ്ടാകും. രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസ്. രാസലഹരി കേസിൽ സാക്ഷിയായ യുവതിയുടെ ചിത്രം പ്രതി എന്ന രീതിയിൽ പുറത്തുവിട്ട എക്സൈസ് നടപടി വിവാദത്തിൽ. സംഭവത്തിൽ സാക്ഷിയായ യുവതി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. ഈ മാസം 5-ന് എക്സൈസ് നടത്തിയ ലഹരി പരിശോധനയ്ക്ക് ശേഷം പുറത്തുവന്ന വീഡിയോയിലാണ് സാക്ഷിയായ യുവതിയുടെ ചിത്രം പുറത്തുവന്നത്. ചേരാനെല്ലൂരിലെ സ്വകാര്യ ഹോട്ടൽ മാനേജറുടെ ദൃശ്യമാണ് ഇത്തരത്തിൽ പ്രചരിക്കപ്പെട്ടത്. എക്സൈസിന്റെ ഭാഗത്തു നിന്നും മനഃപൂർവ്വം വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. യുവതിയുടെ പരാതി ലഭിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ബന്ധത്തിലുള്ള തെറ്റാണ് ഇത് നമുക്ക് എല്ലാവർക്കും നോക്കേണ്ടിയാണ്. അത് അവർ സാക്ഷിയാനാണ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കറക്റ്റ് ആൾസോ. പിന്നെ ചില മീഡിയയിൽ എവിടെ വന്നതാണ് അതൊക്കെ വിഷമമായത്. അത് നമുക്കുള്ള എല്ലാവർക്കും മീഡിയയും എല്ലാവരും റെസ്പോൺസിബിലിറ്റി എടുക്ക വേണ്ടിയതാണ്. വി ആർ ലൈക്ക് ആസ് എ സൊസൈറ്റി യു ഷുഡ് നോട്ട് പുട്ട് സംബഡി ഇൻ ടു ദാറ്റ് പോയിന്റ് ഓഫ് നിങ്ങൾ അപ്പം നമുക്ക് മീഡിയയിലെ പ്രചരിപ്പിക്കരുത്. അതുകൊണ്ടാണ് വെനെവർ വിക്ടിമുടെ നോട്ട് ഓൺലി വിക്ടിം ആൻഡ് അക്യൂസ് റൈറ്റ്. സോ വി ഷുഡ് ബി സെൻസിബിൾ. അതാണ് ഞാൻ പറയാം. അത് തെറ്റായിട്ട് പോയിട്ടുള്ള വിഷ്വലാണ്. അതാണ് ഇപ്പം നാം മനസ്സിലാക്കുന്നത്. അവർ നമുക്ക് പറഞ്ഞു, പിന്നെ നമുക്ക് മീഡിയ സുഹൃത്തുക്കളോട് പറഞ്ഞു, അത് വേറെ ഓൺലൈനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ പറഞ്ഞു. സോ അത് നമുക്കൊരു അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. ബാക്കി അത് എങ്ങനെ നടന്നിട്ടുണ്ട് അത് ഫ്യൂച്ചറിൽ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇതുപോലെ ഇപ്പോൾ പോലീസ് കമ്മീഷണർ സൂചിപ്പിക്കുന്നത് പോലെ മനഃപൂർവ്വം ഒരുപക്ഷെ എക്സൈസിന് വീഴ്ച ഉണ്ടായിട്ടില്ലായിരിക്കാം. പക്ഷേ ഇതൊരിക്കലും ഇതുപോലുള്ളൊരു വീഴ്ച ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ഒരു സ്ത്രീ, അവർ സമൂഹത്തിൽ നിലയുള്ള സ്ത്രീയാണ്, ഒരു കുടുംബിനിയാണ്. അങ്ങനെ ഒരു യുവതിയുടെ ചിത്രമാണ് ഈ രീതിയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്, പുറത്തു വന്നത് ലഹരി കേസിലെ പ്രതി എന്ന രീതിയിൽ. പക്ഷേ ഇവർക്ക് ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്, അല്ലെങ്കിൽ എക്സൈസ് സ്വീകരിച്ചിരിക്കുന്നത്? അവർക്കൊരു നഷ്ടപരിഹാരമെങ്കിലും കൊടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നുണ്ടോ? അതല്ലെങ്കിൽ വീഴ്ച പറ്റിയെന്ന് അവരോട് ഖേദം പ്രകടിപ്പിക്കാനെങ്കിലും എക്സൈസ് തയ്യാറാകേണ്ടതല്ലേ? ടോം, തീർച്ചയായും അത് മാനുഷികപരമായ ആ നിലകളിൽ നിന്നുകൊണ്ട് അത് ചിന്തിക്കണം. അതിനെ ആ രീതിയിൽ കാണുകയും വേണം. കാരണം തീർത്തും നിരപരാധിയായ ഒരാൾ അവരിതിൻ്റെ അകത്ത് പെടുന്നു. ഇതിൽ നമുക്കറിയാം, നമുക്ക് ചില ഈ പരിശോധനകളുടെ വിഷ്വൽസ്, മൊബൈലിൽ എടുക്കുന്ന ക്ലിപ്പിംഗ് എല്ലാം തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് പലപ്പോഴും ഷെയർ ചെയ്യപ്പെടാറുണ്ട് വാർത്തയ്ക്ക് വേണ്ടി. അതിൽ ഒരുപക്ഷെ ഈ മഫ്റ്റി വേഷത്തിൽ നിൽക്കുന്നവർ, അവർ പോലീസുകാരാണെങ്കിൽ ഒരുപക്ഷെ അവരത്ര കണ്ട് അതിൽ ശ്രദ്ധിക്കണം എന്നില്ല. കാരണം അവർക്കറിയാം അവരുടെ ജോലിയും കാര്യങ്ങളും എല്ലാം തന്നെ. പക്ഷേ ഇതൊന്നും അറിയാത്തൊരാൾ ആ ദൃശ്യത്തിനകത്ത് പെടുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത്. അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് കൂടുതലാകുന്നത്. അവർക്കറിയില്ല ഇങ്ങനെയൊരു ദൃശ്യം അവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, നാളെ ഷെയർ ചെയ്യപ്പെടുന്നു, അത്തരം കാര്യങ്ങൾ അറിയില്ല. ഇത് അയച്ചു തരുന്ന ആളുകൾക്കും ഇത് അറിയുന്നില്ല. ഇവർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്, അത്രത്തോളം ഗുരുതരമാകുമെന്നത് അറിയുന്നില്ല. ചില മാധ്യമങ്ങളിലടക്കം അത് ഓൺ എയർ പോകുമ്പോഴാണ് പിന്നീട് ഇതിൻ്റെ ഒരു ട്രോമയിലേക്ക് എല്ലാം തന്നെ പോകുന്നത്. ആ സ്ത്രീക്ക് നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇന്നത്തെ ഒരു കാലം ഏത് രീതിയിലുള്ളതാണെന്ന്
അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള അപഹാസ്യരാകുന്നു, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നു എന്നതെല്ലാം തന്നെ പറയാം. തീർത്തും നിരപരാധിയായ ഒരാളാണ് ഇതിൻ്റെ ഈ പ്രതികൾക്കൊപ്പമുള്ള ദൃശ്യങ്ങളിലേക്ക് പോയത്. അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നു. അതിൻ്റെ ഒരു ചില കാര്യങ്ങൾ അവരുടെ ഒരു സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ അവർ സാക്ഷിയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോഴാണ് ഈ രീതിയിലേക്ക് അവരതിൽ വളരെ യാദൃശ്ചികമായി അവരതിലേക്ക് പെടുന്നത്. ഇത് ഇപ്പോൾ കമ്മീഷണർ പറഞ്ഞതുപോലെ ഈ സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇത് മനഃപൂർവ്വം എക്സൈസ് സംഘമോ ആരും തന്നെ ചെയ്തതല്ല. പക്ഷെ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഉണ്ടായത്. അതിൽ വലിയ ജാഗ്രതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ളൊരു സമീപനം ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹം പറഞ്ഞതുപോലെ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള ഒരു ചേർത്ത് നിൽപ്പോൾ വേണ്ടതാണ്, ഉറപ്പായും വേണ്ടതാണ്. കാരണം ഇവരിതിന് അനുഭവിച്ച ട്രോമ വളരെ വലുതാണ്, നമുക്കറിയാവുന്നതാണ്. കാരണം ഈ പ്രതി എന്ന് പറയുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഒരു ദിവസം കൊണ്ട് അവരുടെ ജീവിതം മാറുകയാണ്. അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. ആളുകളോട് പറഞ്ഞ ഇവർക്കത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം നമുക്ക് ആർക്കും തന്നെ അറിയില്ല. അവർ ജീവനക്കാരി ആയിരുന്നുവെന്ന് അറിയാവുന്ന ആ കേസിലൊരു പ്രതിയുമുണ്ട്. അപ്പോൾ ഈ ജീവനക്കാരിയാണെന്നത് അറിയാവുന്നവർ മാധ്യമങ്ങളുമല്ല, ഈ എക്സൈസ് സംഘത്തിന് തന്നെയാണ് അത് അറിയാവുന്നത്. അത് ദൃശ്യങ്ങൾ അത് ഇവർക്ക് മാധ്യമങ്ങൾക്ക് മറ്റും കൈമാറുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളിൽ അത് ഉറപ്പ് വരുത്തേണ്ടതിനെ കൂടിയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഇതിൽ ഏതൊക്കെ പ്രതികളെന്ന് തീർച്ചയായും ഉറപ്പുവരുത്താനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും തന്നെ അത് ഉണ്ടാകേണ്ടതുമാണ്. എന്തായാലും ഇത് സംഭവിച്ചിരിക്കുന്നു. അത് അക്ഷന്തവ്യമായ ഒരു തെറ്റ് തന്നെയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മനഃപൂർവ്വമല്ല എങ്കിൽ കൂടിയും അത് അത്ര കണ്ട് ചെറുതുമല്ല, അത് ചെറുതെന്നല്ല, അത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെ. തീർച്ചയായും അതിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണത്തിലേക്ക് ഈ ഘട്ടത്തിൽ ഇതുവരെയും വന്നിട്ടില്ല. ഒരുപക്ഷെ അതുണ്ടാകും. ഇതിനകം തന്നെ അവർ ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളെല്ലാം നീക്കം ചെയ്യാനായിട്ട് തീർച്ചയായും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എക്സൈസിന്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടാകുന്നത്. നമുക്കറിയാം ചാലക്കുടിയിലെ ഷീല സണ്ണി എന്ന ഒരു ബ്യൂട്ടി പാർലർ ഉടമയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച ചരിത്രം പോലും ഉണ്ട്. അവരിപ്പോഴും നിയമ പോരാട്ടം നടത്തുന്നുണ്ട്. അവിടെ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. പക്ഷെ അന്ന് ചെറിയ രീതിയിൽ നടപടി സ്വീകരിച്ചു എന്നല്ലാതെ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നില്ല. അവരനുഭവിച്ച വേദനയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ പോലും നമ്മുടെ ഭരണകൂടം തയ്യാറായില്ല. ഇവിടെയും ഒന്ന് ചിന്തിച്ചു നോക്കാൻ കഴിയാവുന്ന കാര്യം, നമുക്കെതിരെ ഇതുപോലെ നമ്മളൊരു ലഹരി കേസിലെ പ്രതിയാണെന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ അങ്ങനെ ഒരു രീതിയിൽ ഒരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ചിത്രം പുറത്തു വരികയാണെങ്കിൽ എത്രത്തോളം വേദന ആ കുടുംബവും ആ വ്യക്തികളും അനുഭവിക്കുന്നുണ്ടെന്ന്. ഇത് അങ്ങനെ അബദ്ധത്തിൽ പറ്റിയതല്ല. അങ്ങനെ ഒരു ന്യായീകരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവരോട് ക്ഷമ ചോദിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അവർക്കൊരു നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. അത്തരമൊരു നടപടി വേണ്ടതല്ലേ? ഈ യുവതിയുടെ ആവശ്യം എന്താണ് ഡാനി? ഇതിൽ മാതൃകാപരമായ നടപടികൾ വേണം. കാരണം ഇത് അവരല്ല എന്ന് ഈ രീതിയിൽ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. അവരെ കൃത്യമായ രീതിയിൽ തന്നെ ഇത് സംഭവിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വേണം. അത് അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ആവണം അത്തരം വിശദീകരണങ്ങൾ, കുറിപ്പുകൾ വരേണ്ടത്. കാരണം അവർ സഹായിക്കുക മാത്രമാണ്, ഈ അന്വേഷണ സംഘത്തെ സഹായിക്കുക മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവർക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇത് അവനവൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ സ്വന്തക്കാർക്ക് വരുമ്പോൾ മാത്രമാണ് ഈ വേദന അനുഭവിക്കാൻ കഴിയുള്ളൂ എന്ന് പലരും പറയുന്നത്. തീർച്ചയായും അത് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. അതിലൊരു സംശയമൊന്നുമില്ല. ഇതിൽ അന്വേഷണ സംഘം തന്നെയാണ് ഇതിലൊരു മുൻകൈ എടുക്കേണ്ടത്. എക്സൈസ് സംഘം തന്നെയും മുൻകൈ എടുക്കണം. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ചാലക്കുടിയിലുണ്ടായിരുന്ന ആ കേസ് അത് ഒരു ഗുണപാഠം തന്നെയാണ് എക്സൈസ് സംഘത്തിന്. കാരണം വീണ്ടും വിചാരമില്ലാതെ ഒരു അന്വേഷണത്തിലേക്ക് എടുത്തു ചാടപ്പെടുകയും അവസാനം നാണം കെടുകയും ചെയ്തു കേരള സമൂഹത്തിന് മുന്നിലായി. കോടതി അടക്കം അതിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ഒരു നിരപരാധിക്ക് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം എല്ലാം തന്നെ വരികയും ചെയ്ത അവസ്ഥയൊന്നും നമ്മൾ ആരും തന്നെ ഈ മറന്നിട്ടില്ല. ഏതാണ്ട് ഇവിടെയും സമാനമായ രീതിയിലുള്ളൊരു ജാഗ്രത കുറവ് ഇവിടെയും സംഭവിച്ചു എന്ന് തന്നെയാണ്. കാരണം ഒരിക്കലും അവരുടെ വിഷ്വൽസ് അങ്ങനെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഈ എക്സൈസ് സംഘത്തിനാണ് അതറിയാവുന്നത് ഇതാരാണ് പ്രതിയെന്ന്. അവരത് ഉറപ്പ് വരുത്തി ആ ദൃശ്യങ്ങളടക്കം മാറ്റി നിർത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഒരു വീഴ്ചയാണ് കൈമാറേണ്ടത്. ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അതല്ലെങ്കിൽ ആ യുവതിക്ക് അവർക്കുണ്ടായ ആ മാനഹാനി ഉണ്ടല്ലോ, ഒരു അപമാനം ഉണ്ടല്ലോ,
അതിന് നഷ്ടപരിഹാരം കൊടുക്കാനെങ്കിലും അല്ലെങ്കിൽ അവരോട് ഖേദം പ്രകടിപ്പിക്കാനെങ്കിലും ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് തയ്യാറാകണം. നടി അൻസിബ ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ SIക്കുമെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ്. വാർത്തയിലേക്ക്. നടി അൻസിബ ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ SIക്കുമെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് തൃക്കാക്കര ASPയുടെ റിപ്പോർട്ട്. പരാതിയിൽ കേസെടുക്കാനാവില്ലെന്നും കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലും അടിസ്ഥാനമില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ടിനി ടോമിനെതിരായ അൻസിബിയുടെ പരാതിയിൽ മേലുദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് കടവന്ത്രി പോലീസ് സ്വീകരിക്കുന്ന നിലപാട്. അതേസമയം റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അൻസിബ് വ്യക്തമാക്കി. വനിതാ സെല്ലിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം ഇരുത്തുകയും ലക്ഷ്മിപ്രിയയും ലക്ഷ്മിപ്രിയയുടെ ഭർത്താവും SI രേഷ്മയും ഉൾപ്പെടെ 3 പേരും കൂടെ ഒരുമിച്ച് എന്നെ ഇന്ററോഗേറ്റ് ചെയ്യുകയായിരുന്നു SI രേഷ്മയുടെ മുറിയിൽ വെച്ചിട്ട്. എന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാനെന്ന വ്യക്തിക്ക് ഇന്ത്യയിൽ അവർ 3 പേർക്കും എന്തൊക്കെ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടോ അതെല്ലാമുള്ള എന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് അന്ന് അവിടെ ചോദ്യം ചെയ്യൽ നടത്തിയത്. അതെന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് ചോദ്യം ചെയ്തത്. എന്റെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്തതിന് പോലീസുകാർക്ക് തെറ്റൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കുന്നതായിരിക്കും. കാരണം എന്റെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. എന്റെ മൗലിക അവകാശമാണത്. അൻസിബയ്ക്ക് പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ടെന്ന് ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു. അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. എനിക്ക് എന്താണോ വന്നിട്ടുള്ളത്, അൻസിബയിൽ നിന്നും എനിക്ക് എന്താണോ നേരിട്ടിട്ടുള്ളത്, ആ കാര്യം വെറും 4 വരിയിൽ ഞാൻ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടയുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് അങ്ങേറ്റം നാണക്കേടാണ്. പരസ്പരം വിഴുപ്പലക്കുന്നു, കേസ് നടപടിയും ഉണ്ടാകുന്നു. അതിനുശേഷം പോലീസിൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് ഈ പരാതികൾ രണ്ടുപേരുടെ ലക്ഷ്മിപ്രിയയുടെയും അൻസിബയുടെയും പരാതികളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ്. പക്ഷെ അൻസിബ നിയമപോരാട്ടം നടത്താൻ ഒരുങ്ങുന്നു. അതിനിടെ ലക്ഷ്മിപ്രിയ പുതിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് അൻസിബയ്ക്ക് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്, ചില മതവർഗീയവാദികൾ അതിന് പിന്നിലുണ്ടെന്ന്. ഗുരുതരമായിട്ടുള്ള ആരോപണമല്ലേ? സ്വാഭാവികമായും നേരത്തെ അൻസിബ ഇതേ വിഷയം തന്നെയാണ് ടിനി ടോമിനെതിരെയും ഉന്നയിച്ചത്. തന്നെ മതവർഗീയവാദിയാക്കാൻ ചിലർ ശ്രമിക്കുന്നു. ടിനി ടോം അത്തരം ചില പ്രതികരണങ്ങൾ ടിനി ടോമിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നൊക്കെ. ടോം, ആദ്യം തന്നെ പറയട്ടെ, ഈ കേസ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഇരു ആൾക്കാരുടെയും മുന്നോട്ട് പോക്ക് അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന, സംഘടനയ്ക്കുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിനെ ഇത് പൊതുസമൂഹത്തിലേക്ക് ഇട്ട് അല്ലെങ്കിൽ ഒരു നിയമപരമായി മുന്നോട്ട് പോകുന്നതോടുകൂടി സംഘടനയെ തന്നെ വലിയ മോശമാക്കുന്ന രീതിയിലേക്കാണ് ചിത്രീകരിക്കപ്പെടുന്നത്. നിലവിലിപ്പോൾ അൻസിബ നേരത്തെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിക്ക് കൗണ്ടറായിട്ടായിരുന്നു അൻസിബ നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് അന്ന് ലക്ഷ്മിപ്രിയയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ SI രേഷ്മ ഇതിന്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി, ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി അൻസിബയെ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് ലക്ഷ്മിപ്രിയയും ഉണ്ടായിരുന്നു. 3 മണിക്കൂറാണ് അൻസിബയെ SI രേഷ്മയുടെ സാന്നിധ്യത്തിൽ നടന്ന ആ ചോദ്യം ചെയ്യൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചത്. 3 മണിക്കൂർ തന്നെ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം SI തന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിക്കടക്കം അൻസിബ പരാതി നൽകിയത്. ആ പരാതി പിന്നീട് തൃക്കാക്കര ACPക്ക് കൈമാറുകയായിരുന്നു. ACPയുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഈ 2 കൂട്ടരും നൽകിയ പരാതി, അതായത് അൻസിബ നൽകിയ പരാതിയിലായിക്കോട്ടെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലായിക്കോട്ടെ, അതിലൊരു കഴമ്പില്ല എന്ന് തന്നെയാണ്. പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ചില സൗന്ദര്യ പിണക്കം എന്നൊക്കെ പറയില്ല, അത്തരത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ പോലീസിനെ പോലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരാതിയുമായി 2 കൂട്ടരും രംഗത്തെത്തിയതെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഒപ്പം SI രേഷ്മ ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമേ. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഇത് പരസ്പരം പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ താരസംഘടനയ്ക്ക് അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ആരെങ്കിലും മുൻകൈ എടുക്കണ്ടേ, അല്ലെങ്കിൽ അമ്മ നേതൃത്വമെങ്കിലും മുൻകൈ എടുക്കണ്ടേ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ?
ടോം, ഇതിൽ അൻസിബയോ ലക്ഷ്മിപ്രിയോ സംഘടനയ്ക്കുള്ളിൽ പരാതി നൽകിയിട്ടില്ല. അതാണ് മറ്റൊരു കാര്യം. ലക്ഷ്മിപ്രിയ അത് ആവർത്തിച്ച് ചോദിക്കുന്നത് ഇത് താനും അൻസിബയും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞാൽ അൻസിബ ലക്ഷ്മിപ്രിയയുടെ മൊബൈലിലേക്ക് ഒരു സന്ദേശം അയക്കുന്നു, വാട്സപ്പിൽ ഒരു സന്ദേശം അയക്കുന്നു. അതെന്താണ് അത്തരത്തിലൊരു സന്ദേശം അയച്ചതെന്ന അൻസിബയോട് ചോദിച്ചിട്ടും അൻസിബ മറുപടി പറഞ്ഞില്ല. അതുകൊണ്ടാണ് പല ആവർത്തിക്കും ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല. അതിനെ തുടർന്നാണ് പോലീസിലേക്ക് താൻ പരാതി നൽകാനായി തീരുമാനിച്ചത്. അത് ഗൗരവമുള്ള പരാതിയല്ല എന്ന് ലക്ഷ്മിപ്രിയയ്ക്ക് തന്നെ അറിയാം. പക്ഷേ മറ്റൊരാളുടെ മധ്യസ്ഥതയിൽ ഇത് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അൻസിബയെ വിളിച്ചു വരുത്തി കാര്യമൊന്ന് അന്വേഷിച്ചാൽ മതി എന്ന് മാത്രമാണ് ലക്ഷ്മിപ്രിയയുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് പോയതെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു. പക്ഷേ അൻസിബ പറയുന്നത് സംഘടനയിൽ പരാതി നൽകിയാലും തനിക്ക് നീതി കിട്ടില്ല എന്നതാണ്. കാരണം അൻസിബയുടെ പരാതിയിൽ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നതിൽ ഒരാൾ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോനാണ്. അങ്ങനെ ശ്വേതാ മേനോൻ ആരോപണ വിധേയയായി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്റെ പരാതി ശ്വേതാ മേനോൻ തന്നെ കേട്ടാൽ എങ്ങനെയാണ് തനിക്ക് നീതി ലഭിക്കുക എന്നാണ് അൻസിബ ചോദിക്കുന്നത്. എന്തായാലും ജനറൽ ബോഡി യോഗത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യും. ഇതിൽ ജനറൽ ബോഡി ആയിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ ജനറൽ ബോഡിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. ടോം, വ്യക്തമാണ്. നവമി, ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയം ഇങ്ങനെ വഷളായി പോകുന്നത് ഈ താരസംഘടനയ്ക്ക് നാണക്കേടാണ്. കാരണം എന്തായാലും പോലീസ് നടപടി സ്വീകരിക്കില്ലെന്ന് ഉറപ്പാക്കിയിരിക്കുന്നു. പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അതാണ്. പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, കോടതിയെ സമീപിക്കുമെന്ന് ആണ് അൻസിബ പറയുന്ന കാര്യം. ഈ വിഷയത്തിൽ ഇനി അമ്മ നേതൃത്വം എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയം. തിരുവനന്തപുരത്ത് ഡെലിവറി ബോയിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. സഖിയുമാണ് പിടിയിലായത്. മെഡിക്കൽ കോളേജിന് സമീപത്ത് നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വി അരുൺ, ഇത് എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്? ഈ ഡെലിവറി ബോയിയെ എന്നാണ് ആക്രമിച്ചത്? അതിന്റെ കാരണം എന്തായിരുന്നു? ടോം, ഇന്നലെ രാവിലെ 11:00 അമ്പലമുക്കിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് സംഭവം. സൊമാറ്റോ ഡെലിവറി ബോയ് ആണ് ഈ ആക്രമണത്തിന് ഇരയായത്. ഇദ്ദേഹം ഭക്ഷണം വിതരണം ചെയ്ത ശേഷം ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അതിൻ്റെ പൈസ ചോദിച്ചു. പക്ഷേ ഏതാണ്ട് അരമണിക്കൂർ എന്നിട്ട് പൈസ നൽകിയില്ല. അങ്ങനെയുള്ള തർക്കമാണ്. തർക്കത്തിനൊടുവിൽ ഈ പ്രതി ഇയാളെ തലയിൽ അയൺ ബോക്സ് കൊണ്ട് കുത്തുകയായിരുന്നു. 8 or 9 തുന്നിക്കെട്ട് ഇയാളുടെ സ്റ്റിച്ച് ഇയാളുടെ തലയ്ക്ക് വേണ്ടി വന്നു. പിന്നീട് ഈ ഡെലിവറി ബോയ് ചികിത്സയ്ക്ക് ശേഷമാണ് പോലീസിൽ പരാതിയുമായി എത്തിയത്. പേരുക്കട ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം പേരുക്കട പോലീസിൽ പരാതിയുമായത്. കാരണം അമ്പലമുക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവമാണ്. ഇതോടുകൂടി ഈ പ്രതി രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ പോലീസ് ഇയാളുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡി എടുക്കുകയായിരുന്നു. ഇയാളെ മർദ്ദിച്ച ശേഷം പ്രതി ഡെലിവറി ബോയ് മർദ്ദിച്ചു എന്ന പരാതി ഉണ്ടാക്കാനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഇയാൾക്ക് ആ ഘട്ടത്തിൽ പരിക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ പോലീസ് ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണ്. ചായ് മക്കാനി എന്ന ഒരു ഭക്ഷണ വിതരണ ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ഒരു ശൃംഖലയുണ്ട്. അതിൻ്റെ പാർട്ട്ണർമാരൊരാളാണ് ഈ പ്രതി എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് നേരത്തെയും പല പരാതികളും വന്നിരുന്നു. പല ആളുകൾക്ക് ശല്യമുണ്ടാക്കുന്ന അടക്കമുള്ള പല പരാതികളും ഇയാൾക്കെതിരെ വന്നിരുന്നു. അതൊന്നും പക്ഷേ ഒരു പരാതി അങ്ങനെ ഒരു റിട്ടേൺ കംപ്ലൈൻ്റ് ആയില്ല. പക്ഷേ ഇന്നലെ ഇയാൾക്ക് ഇത്തരം ഒരു പരാതി ലഭിക്കും. അതിക്രൂരമായ ഒരു ഡെലിവറി ബോയ്, അത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പണം നൽകാൻ വൈകി ചോദ്യം ചെയ്തതിന് അതിക്രൂരമായി ഈ അയൺ ബോക്സ് കൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഈ ഡെലിവറി ബോയ് ഇയാളുടെ വീട്ടിൽ നിന്ന് പണം കട്ടെടുത്തു. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ തർക്കമുണ്ടായെന്ന് ഒരു നിലപാട് ഇയാൾ സ്വീകരിച്ചു. പക്ഷേ അത് വ്യാജമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഇയാൾ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അത് കള്ളപ്പരാതിയാണ്. ഈ ഡെലിവറി ബോയെ കൊടുക്കാനായി ഇയാൾ ഉണ്ടാക്കിയ ഒരു കഥയാണ് അതെന്ന് പോലീസ് തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെയാണ് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. വധശ്രമത്തിനടക്കം കേസെടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇയാൾ സ്ഥിരം പ്രശ്നക്കാരാണ്. നേരത്തെയും പല പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെയും പരാതി ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന് കേസെടുക്കാൻ തക്ക ഒരു പരാതി ഇപ്പോഴാണ് ഇയാൾക്കെതിരെ ലഭിക്കുന്നത്. മാത്രമല്ല കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇയാളുടെ സ്ഥാപനത്തിൻ്റെ സഹ ഉടമകൾ ഈ ഡെലിവറി ബോയും അയാളുടെ സുഹൃത്തുക്കളെയും ഒക്കെ സമീപിച്ച് കേസ് ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട്. അതായത് 1 ലക്ഷം രൂപ നൽകാം, ഈ കേസ് ഒത്തുതീർപ്പാക്കാമെന്ന നിലപാടുമായി ഇയാളുടെ സുഹൃത്തുക്കളും ഇയാളുമൊക്കെ ഈ അടികൊണ്ട ആളെ ഡെലിവറി ബോയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. നല്ലൊരു സ്ഥിരം പ്രശ്നക്കാരനാണ് ഈ സഹീം.
ഇയാൾ നിസ്സാര കാര്യത്തിനാണ് ഈ ഡെലിവറി ബോയ്, സാധുവായിട്ടുള്ളൊരു ഡെലിവറി ബോയെ ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിന് ശേഷം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ അതിനിടെ ഈ കേസ് പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കോട്ട് ലൈവ് തുടരുന്നു. കോട്ടയം കൂട്ടിക്കലിലെ വിസ തട്ടിപ്പ് കേസിൽ പ്രതി അനീഷ് ഉമ്മർ പിടിയിൽ. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ഇന്നലെ കോഴിക്കോട് നിന്നാണ് പിടികൂടിയത്. പ്രതിയുടെ സ്ഥാപനത്തിന് റിക്രൂട്ട്മെന്റ് ഏജന്റ് ലൈസൻസ് ഇല്ലെന്ന് പോലീസ് പറയുന്നു. 100-ലധികം പേരിൽ നിന്നാണ് വിസ വാഗ്ദാനം ചെയ്ത് പ്രതി പണം തട്ടിയെടുത്തത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കുറേ നാളുകളായി പോലീസിന് നോട്ടപ്പുള്ളിയായിരുന്നു. നിരവധി പേരെ ഇയാൾ കബളിപ്പിച്ചിട്ടുണ്ട്. എത്ര പേരാണ് ഇയാൾക്കെതിരെ, ഈ അനീഷ് ഉമ്മറിനെതിരെ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്? ടോം, മുണ്ടക്കയം നഗരത്തിൽ തന്നെയായിരുന്നു ഇയാൾ സ്ഥാപനം നടത്തുകയും ഇത്തരത്തിൽ വിസ തട്ടിപ്പ് ഫലത്തിൽ നടത്തുകയും ചെയ്തത്. അത് കേവലം മുണ്ടക്കയത്തുള്ളവരെ മാത്രമല്ല, കോട്ടയം ജില്ലയ്ക്ക് പുറത്തേക്കും, പത്തനംതിട്ട സമീപ ജില്ലകൾ, മറ്റേ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇതിൻ്റെ ആളുകൾ, അതായത് വിസയ്ക്കായി ആളുകൾ ഇയാൾക്ക് പണം നൽകിയിരുന്നു എന്നുള്ളതാണ് ഉയർന്നു വന്നിരിക്കുന്ന പരാതി. ഏതാണ്ട് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 130ഓളം പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നു വരുന്നു, പിന്നീട് കൂടുതൽ പരാതികൾ ഉയർന്നു വരികയും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രചാരണം ഉണ്ടാകുകയും ചെയ്തതോടുകൂടിയാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമായത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രതി അനീഷ് ഉമ്മറിനെ പോലീസ് തപ്പുന്നുണ്ട്. ഇന്നലെ, ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് കോഴിക്കോട് നിന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി വരികയാണ്. ഇയാൾ എങ്ങനെയൊക്കെയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്? ഇതൊരു സ്വാഭാവികമായി തട്ടിപ്പിന് വേണ്ടി തന്നെ തുടങ്ങിയ സ്ഥാപനമാണ്. ഇത്തരം വിവരങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് പോലീസ്. മറ്റ് വിവിധ ജില്ലകളിൽ നിന്ന് ഉൾപ്പെട്ട കേസായതുകൊണ്ട് തന്നെ എല്ലാ കേസുകളും ഒരുമിച്ച് അന്വേഷിക്കാനുള്ള സാധ്യതയാണ്. കാരണം സമാനമായ കേസാണുള്ളത്. വിവിധ തരത്തിലുള്ള തുകകളാണ്, ഓരോ ആളുകളിൽ നിന്ന് പല തരത്തിലുള്ള എമൗണ്ടുകളാണ് ഇയാൾ വാങ്ങിയിട്ടുള്ളത് എന്നും പോലീസിന്റെ അന്വേഷണത്തിൽ, പരാതിയിലൊക്കെ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും വിശദമായ പരിശോധനയിലാണ് പോലീസ് ഉള്ളത്. എത്ര നാളുകളായി ഇയാളിങ്ങനെ ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട്? കാരണം ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാണ് ഈ തട്ടിപ്പാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പല ചെറുപ്പക്കാരും വിദേശ രാജ്യത്തൊരു ജോലി അല്ലെങ്കിൽ പഠനം സ്വപ്നം കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ നിരവധി തട്ടിപ്പ് സ്ഥാപനങ്ങളും തട്ടിപ്പ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളും നാട്ടിൽ സജീവമാണ്. പലരും ഈ കെണിയെക്കുറിച്ച് അറിയാറ് പോലുമില്ല. പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് പലപ്പോഴും ചതി പോലും മനസ്സിലാക്കുന്നത്, അല്ലേ? ടോം, തീർച്ചയായും വലിയൊരു മൈഗ്രേഷന്റെ കാലം കൂടിയാണ്. കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളാണ് ഇത്തരം യൂറോപ്പ് അടക്കമുള്ള വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാനും അവിടെ പഠിക്കാനും പിന്നീട് അവിടെ തന്നെ താമസിക്കാനും ഒക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ബിസിനസിന്റെ അതിന് വലിയ വ്യാപ്തിയുണ്ട്, വലിയ സാധ്യതയുണ്ട്. അത്തരം ഏജൻസികൾ ധാരാളമായി നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഇത് ഓർക്കിഡ് കൺസൾട്ടൻസി എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. പക്ഷേ ഈ കൺസൾട്ടൻസിക്ക് യാതൊരു തരത്തിലുള്ള അംഗീകാരവും ഇല്ല എന്നുള്ളതും പോലീസിന് ലഭിച്ച പ്രാഥമിക സൂചനകളിലുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏതാണ്ട് പല രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്പ് ഉൾപ്പെടെ പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അടക്കം ഇയാൾ വിസ ഓഫർ ചെയ്തുകൊണ്ടാണ് ആളുകളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയത് എന്ന്. അതായത് ഏതാണ്ട് 130ഓളം പേർ ഏതാണ്ട് ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. കാരണം പല പോലീസ് സ്റ്റേഷനുകളിലാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അന്തിമമായ കണക്ക് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. സ്വാഭാവികമായും കോടികളുടെ ഒരു തട്ടിപ്പ് എന്ന നിലയിലേക്ക് തന്നെ ഇതിൻ്റെ ലക്ഷങ്ങളുടെ, അതായത് ഓരോ രാജ്യത്തിനനുസരിച്ചിട്ടാണ് ഇയാൾ പണം വാങ്ങുകയൊക്കെ ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് യൂറോപ്പിലേക്കൊക്കെ പോകുന്നതിന് അത്രയധികം തുക ഏജൻസികളൊക്കെ വാങ്ങാറുണ്ട്. ഫലത്തിൽ അങ്ങനെ വാങ്ങി സമീപകാലത്ത് ഇയാളുടെ യാതൊരു യാത്രകൾ നടക്കാതെ വരുന്നു, വലിയ തട്ടിപ്പാണ് എന്നുള്ള സൂചന വരുന്നു. ഇതിനൊടുവിലാണ് മുണ്ടക്കയം പോലീസിൽ തന്നെ പരാതി ഉയർന്നു വരുന്ന സാഹചര്യം വന്നത്. എന്തായാലും ഒരു പരാതികൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നതോടെ പിന്നീട് വ്യാപകമായി പരാതികൾ ഉയർന്നു വന്നതോടെയാണ് ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി വ്യക്തമായത്. എന്തായാലും ഇയാൾ മാത്രമാണോ, ഈ അനീഷ് മാത്രമാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ളത്? ഇയാളുടെ മറ്റ് കുടുംബാംഗങ്ങളോ അതല്ലെങ്കിൽ ജീവനക്കാരോ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നോ?
ടോം അക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അനീഷിനെ കസ്റ്റഡിയിലെടുത്ത് 24 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ, പ്രതിപട്ടിക വിപുലമാക്കേണ്ടതുണ്ടോ, ഇക്കാര്യത്തിലൊക്കെ പോലീസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇന്ന് പകൽ ഇയാളെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കാണുള്ളത്. വൈകുന്നേരത്തിനുള്ളിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമിക ചോദ്യം ചെയ്യലാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇയാൾ ഈ ഘട്ടത്തിൽ പറയുന്ന വിവരങ്ങളെല്ലാം വസ്തുതയാകണം എന്നില്ല. കൂടുതൽ പരിശോധനകൾ കൂടി പോലീസ് നടത്താൻ സാധ്യത ഉണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ, അതോ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ഈ തട്ടിപ്പിൽ ആസൂത്രിതമായി നടന്നൊരു തട്ടിപ്പാണോ, ഈ തട്ടിപ്പിൽ ഭാഗമായിട്ടുണ്ടോ, ഇത്തരം വിവരങ്ങളൊക്കെ ലഭിക്കുക. യെസ്, എന്തായാലും ഈ അനീഷ് ഉമ്മറിനെ കേന്ദ്രീകരിച്ച് ഒരു വിപുലമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തി, വിസ തട്ടിപ്പ് നടത്തി കേസിലെ പ്രതിയാണ് പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടിയത്. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ച് അതിജീവിതയുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് പിന്മാറിയത്. അതിജീവിതയുടെ ഹർജി ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും പിന്മാറിയിരുന്നു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേർന്ന് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, എന്തായാലും ഈ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറിയ സാഹചര്യം, അതിൻ്റെ കാരണം എന്താണ്? കാരണം നമുക്കറിയാം, ഈ നേരത്തെ ജോബിൻ സെബാസ്റ്റ്യൻ ഇതിൽ നിന്നും ഈ കേസ് പരിഗണിക്കുന്ന പിന്മാറിയതിന് കൃത്യമായൊരു കാരണമുണ്ടായിരുന്നു. പക്ഷേ ഈ കൗസർ എടപ്പകത്ത് ഇപ്പോൾ പിന്മാറാനുള്ള കാരണം എന്താണ്? കൗസർ എടപ്പകത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ഒരു തവണ മാറുന്നത്. അതുകൊണ്ട് തന്നെ കൗസർ എടപ്പകത്തും ഈ വിഷയത്തിൽ ആരോപണ വിധേയനായ ജഡ്ജാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ മെമ്മറി കാർഡിന്റെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് നടി നൽകിയിരിക്കുന്ന ഹർജി പരിഗണിക്കുന്നതിനും രണ്ടാമത്തെ ജഡ്ജും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി മറ്റൊരു ബെഞ്ചിനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു ബെഞ്ചിനെ തീരുമാനിക്കും. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ നേരത്തെ ഇതിൽ നിന്ന് പിന്മാറിയതാണ്. അദ്ദേഹം പിന്മാറിയുന്ന സാഹചര്യം അദ്ദേഹം ജുഡീഷ്യൽ രജിസ്ട്രാർ ആയിരിക്കും, ഹൈക്കോടതി ജുഡീഷ്യൽ രജിസ്ട്രാർ ആയിരിക്കുകയാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പരാതി നൽകിയത്. അതേ തുടർന്നായിരുന്നു നേരത്തെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ഈ വിഷയത്തിൽ പിന്മാറിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ കൗസർ എടപ്പകത്ത് പിന്മാറാനുണ്ടായ കാരണം അദ്ദേഹം ജില്ലാ ജഡ്ജി ആയിരിക്കുമ്പോൾ ഇതിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്, അദ്ദേഹത്തിന്റെ അതിൽ തന്നെ ഇരിക്കുമ്പോഴാണ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്. ആ ഒരു ആരോപണം കൂടി അദ്ദേഹത്തിന്റെ മേലുള്ളത് കൊണ്ടാണ് നിലവിൽ ഈ കേസ് പരിഗണിക്കുന്നതെന്നും രണ്ടാമത്തെ ജഡ്ജും പിന്മാറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഇതുമായിട്ട് മെമ്മറി കാർഡ് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ, അതായത് നടി ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവാണ് മെമ്മറി കാർഡ് മെമ്മറി കാർഡിൽ അത് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടി ഹൈക്കോടതി ഹർജി നൽകിയിട്ടുള്ളത്. കേസ് അട്ടിമറിച്ചതിലും അതുപോലെ അന്വേഷണം വേണമെന്ന് തന്നെയാണ് നടിയുടെ ആവശ്യം. നേരത്തെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം. നമുക്കറിയാം, ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, അതുപോലെ ഷിറസദാർ താജുദ്ദീൻ, അതുപോലെ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ, കോടതിയിലെ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ, ഈ 3 പേരാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയെന്ന ഫോറൻസിക് റിപ്പോർട്ടും ഉള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട്, അതായത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ പ്രകാരമായിരുന്നു ഇതിൽ അന്വേഷണം ഉണ്ടായിരുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടായില്ല. അത് ആ സമയത്ത് നടിയെ ആക്രമിച്ച കേസ് പരിഗണിക്കുന്ന പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് ഹണിയം വർഗീസ് സഹപ്രവർത്തകരെ സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു എന്നുണ്ടായിരുന്ന നടിയുടെ പ്രധാനപ്പെട്ട ആരോപണം അങ്ങനെയായിരുന്നു. എന്തായാലും ഈ കേസിൽ, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അന്തിമ വിധി ഈ കേസിൽ വരുന്ന സാഹചര്യത്തിലും ഇതിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല, അത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് ഈ വിധി പ്രഖ്യാപനം നടത്തിയതെന്നുള്ള ആരോപണവും ശക്തമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കണം എന്ന് തന്നെയാണ് അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൂന്നാമതൊരു ജഡ്ജിനെ ഇനി ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 2 ജഡ്ജിമാർ ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ഇനി എന്തായാലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിലൊരു കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.